എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരിക്കലെ ഒരു ചെറുപ്പക്കാരൻ ഒരു ബേക്കറിയിൽ കയറി ഒരു റൊട്ടി വാങ്ങി കഴിച്ചതിന് ശേഷം ബേക്കറിയുടെ ഉടമസ്ഥനോട് താങ്കളുടെ ഫോണൊന്ന് എനിക്ക് തരാമോ, ഒരു അർജന്റായിട്ട് ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞു. ഒരു മടിയും കൂടാതെ അദ്ദേഹം ആ ചെറുപ്പക്കാരന് ഫോൺ കൊടുത്തു. അവൻ അതിലാരെയോ വിളിച്ചു. അവരുടെ സംഭാഷണം ഈ ബേക്കറി ഉടമസ്ഥൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരു സ്ത്രീയാണ് വിളിച്ചത്. ആ ലേഡിയോട് ഇവൻ ഇങ്ങനെ ചോദിച്ചു, താങ്കളുടെ വീട്ടിൽ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കാനായിട്ട് ഒരു ജോലിക്കാരനെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ, ഞാൻ തയ്യാറാണ്, എനിക്ക് ആ ജോലി തരുമോ? ഉടനെ അപ്പുറത്തുനിന്ന് ആ സ്ത്രീ പറയുന്നതും ഇദ്ദേഹം കേൾക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ഓൾറെഡി ഒരു ജോലിക്കാരനെ കിട്ടിക്കഴിഞ്ഞു, അയാൾ ജോലിയെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്, എനിക്ക് മറ്റൊരു ജോലിക്കാരനെ ആവശ്യമില്ല. ഉടനെ ഇവൻ പറഞ്ഞു, ഞാൻ അവന് കൊടുക്കുന്ന പൈസയേക്കാൾ പകുതി പൈസയ്ക്ക് ആ ജോലിയെല്ലാം തീർത്തു തരാം, ആയതിനാൽ ആ ജോലി എനിക്ക് തരുമോ? വീണ്ടും ആ സ്ത്രീ ആവർത്തിച്ചു പറഞ്ഞു, അവന് പണം കൂടുതൽ കൊടുക്കുന്നതിൽ എനിക്ക് തർക്കമില്ല, അവൻ ജോലി വൃത്തിയായി ചെയ്യുന്നുണ്ട്, അവന്റെ സേവനത്തിൽ ഞാൻ തൃപ്തയാണ്. വീണ്ടും ഇവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, താങ്കളുടെ വീട്ടിലെ മറ്റു ജോലികൾ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും തൂത്ത് വൃത്തിയാക്കാം, പുല്ല് വെട്ടുന്നതിന് പുറമേ തന്നെ പോരാത്തതിന് താങ്കളുടെ വീട്ടിൽ വിറകൊക്കെ കീറാനുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്തു തരാം. ഈ എക്സ്ട്രാ ജോലിക്ക് ഒരു എക്സ്ട്രാ പേയ്മെന്റ് വേണ്ട, അതെല്ലാം ഫ്രീ ആണ്, എനിക്ക് അവന് കൊടുക്കുന്ന പൈസയുടെ പകുതി തന്നാൽ മതി. വീണ്ടും ആ സ്ത്രീ ആവർത്തിച്ചു പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ആ വ്യക്തിയിൽ ഞാൻ തൃപ്തയാണ്, അവൻ എല്ലാ കാര്യവും കൃത്യമായി ചെയ്യുന്നുണ്ട്, അവന് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, ആയതിനാൽ തന്നെ താങ്കളുടെ സേവനം തൽക്കാലം ആവശ്യമില്ല, വിളിച്ചതിന് നന്ദി. ഇത്രയും പറഞ്ഞപ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് ഫോൺ കട്ടാക്കി ഈ കടയുടെ ഉടമസ്ഥന് കൊടുത്തു. ഉടനെ തന്നെ ഇവന്റെ ആ പോസിറ്റീവ് സ്പിരിറ്റ് കണ്ടിട്ട് നമ്മുടെ കടയുടെ ഉടമസ്ഥൻ അവന് ജോലി ഓഫർ ചെയ്തു. നീ ഒരു കാര്യം ചെയ്യൂ, ഇന്നു മുതൽ എൻ്റെ കൂടെ ഈ ബേക്കറിയിൽ നീ ജോലി ചെയ്തോളൂ, നിനക്ക് ഞാൻ നല്ലൊരു ശമ്പളം തരാം. ഉടനെ തന്നെ അവൻ പറഞ്ഞു, വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇയാൾക്ക് വല്ലാത്ത അത്ഭുതമായി. അയാൾ ചോദിച്ചു, നീയല്ലേ ഇത്രയും നേരം ആ സ്ത്രീയോട് ഒരു ജോലിക്ക് വേണ്ടി യാചിച്ചു കൊണ്ടിരുന്നത്? ഉടനെ അവൻ പറഞ്ഞു, അല്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീയുടെ വീട്ടിലാണ്, അവിടെ പുല്ല് വെട്ടി എന്ന് പറയുന്നതും അത് ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ സേവനം അവർക്ക് തൃപ്തികരമാണോ എന്നറിയാനായിട്ട് ചെക്ക് ചെയ്തതാണ്. തൃപ്തികരമാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇതറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫോൺ ചെയ്തത്. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഒരു സെൽഫ് ചെക്കിങ്, നമ്മൾ എത്രമാത്രം ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾക്ക് പിന്നാലെ അല്ലെങ്കിൽ ആ കുറവുകൾക്ക് പിന്നിൽ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ തെറ്റുകൾ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. നമ്മുടെ തെറ്റുകൾ കണ്ടെത്തി നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി അത് തിരുത്തുമ്പോഴാണ്, അതല്ലെങ്കിൽ ആത്മസമർപ്പണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്മകൾ ഉണ്ടാകുന്നത്, നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നത്. ആയതിനാൽ നമ്മുടെ കുറവുകളെ തിരുത്തിക്കൊണ്ട് വിജയത്തിലേക്ക് മുന്നേറാനായിട്ട് നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.